നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. SSLC ബുക്കിലെ തെറ്റ് തിരുത്തുന്നതിനുള്ള ജില്ലാതല അദാലത്ത് തൊടുപുഴയിൽ നടന്നു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുകിട സംരംഭക രക്ഷായാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരിങ്കുന്നം ഗവൺമെന്റ് LP സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നവംബർ 19-ന് മന്ത്രി PK അബ്ദുൾ റബ്ബ് നിർവഹിക്കും. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മന്ദിരോദ്ഘാടനം നവംബർ 19-ന് മന്ത്രി PJ ജോസഫ് നിർവഹിക്കും. ഇടുക്കി ജില്ലയിൽ 25ഓളം നന്മ സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ്. തൊടുപുഴ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ വനിതാ ശില്പശാല നടത്തി. യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. മുതലക്കോടം ഫൊറോന പള്ളിയിൽ മഹാജൂബിലിയോടനുബന്ധിച്ച് മുത്തപ്പൻ ദിനം ആചരിച്ചു. ഇടുക്കി ബിഷപ്പ്മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. SSLC സർട്ടിഫിക്കറ്റുകളിലും മറ്റ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളിലും വന്നിട്ടുള്ള പിഴവുകൾ പരിഹരിക്കുന്നതിന് തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അദാലത്ത് നടത്തി. ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞിരിക്കുന്നത് ഈ അപേക്ഷ ലഭിച്ചാൽ അതിനുവേണ്ടി ഇവിടെ ഈ പുഷ്പേന്ദ്രനാണ് വന്നിരിക്കുന്ന ജോയിന്റ് കമ്മീഷണർ പരീക്ഷാ ഭവൻ. തിരുവനന്തപുരത്ത് പോയി നടക്കേണ്ടുന്ന കാര്യം ഈ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. PT തോമസ് MP അധ്യക്ഷത വഹിച്ചു. പരീക്ഷാ ഭവൻ കേന്ദ്രീകരിച്ചുള്ള SSLC അടക്കമുള്ള എല്ലാ പരീക്ഷകളുടെയും ആ ബുക്കിലുള്ള അപാകതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അദാലത്ത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കുട്ടികളുടെ യൂണിഫോം നിറമായാലും അധ്യാപക പാക്കേജ് ആയാലും തലയെണ്ണൽ ഒഴിവാക്കിയതായാലും പഞ്ചായത്ത് സ്കൂൾ നൂഡിൽസ് കഴിച്ച സഹോദരങ്ങൾക്ക് ഭക്ഷ്യവിഷബാധ. ശരീരമാസകലം ചൊറിഞ്ഞു തടിച്ച കുട്ടികളെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടയങ്കവല ശാരദക്കവലയിൽ മുട്ടത്തുകുന്നേൽ അൻസാരിയുടെയും ഷീബയുടെയും മക്കൾ 9 വയസ്സുള്ള ആഷിത, 5 വയസ്സുള്ള ബാദുഷ എന്നിവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ആർപ്പാവറ്റം ജംഗ്ഷനിലുള്ള ഒരു കടയിൽ നിന്നാണ് നൂഡിൽസ് വാങ്ങിയത്. രാവിലെ സൺഫ്യൂസിൻ്റെ EP എന്ന് പറഞ്ഞ നൂഡിൽസ് വൈഫ് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തു. പിള്ളേർ മോൾ സ്കൂളിൽ പോകാൻ വേണ്ടി പോയപ്പോഴേക്കും മുഖമൊക്കെ തടിച്ചു വരുവാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. മോൻ അദ്ദേഹത്തിന് മോൻ്റെ മുഖമൊക്കെ തടിച്ച് മേലൊക്കെ മൊത്തം ചെറിയ സാധനം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അല്ല സ്കൂളിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വണ്ടിക്കാരൻ ആയിരുന്നു. KS കൃഷ്ണപിള്ള ദിനാചരണത്തിന്റെ ഭാഗമായി തൊടുപുഴയിൽ CPM നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ CPM ഏരിയ സെക്രട്ടറി VV മത്തായി ഉദ്ഘാടനം ചെയ്തു. TR സോമൻ, KR ഷാജി, CS ഷാജി, KC ഗോപിനാഥ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി ഇതുവഴി കടന്നു വരികയാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുകിട സംരംഭക രക്ഷായാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. വിദേശ കമ്പനികൾ കേബിൾ TV രംഗത്തേക്ക് കടന്നുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും ഇത്തരം നിലപാടുകൾക്കെതിരെയാണ് ജാഥ സംഘടിപ്പിക്കുന്നതെന്നും COA ഭാരവാഹികൾ പറഞ്ഞു. വിദേശ മൂലധന കമ്പനികൾ മാധ്യമ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആരംഭിച്ച് കുറച്ച് വർഷങ്ങളായി. ഈ കഴിഞ്ഞ മാസം കേബിൾ TV രംഗത്തേക്ക് കൂടി വിദേശ കമ്പനികൾക്ക് യഥേഷ്ടം കടന്നു വരാനും
74% വരെ മൂലധന നിക്ഷേപം നടത്താനുമുള്ള സൗകര്യങ്ങൾ നൽകി എന്നുള്ളതാണ് ഒരു വിഷയം. വിദേശ ചാനലുകൾ, വിദേശ കമ്പനികൾ കേരളത്തിലെ ഫയർഫോഴ്സും ആരോഗ്യവകുപ്പും സംയുക്തമായി ജീവനക്കാർക്കായി അറക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ബോധവൽക്കരണ പരിപാടി നടത്തി. ഫയർഫോഴ്സ് തൊടുപുഴ യൂണിറ്റിലെ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ മനോജ്, ഹെഡ് നഴ്സ് PG രാധാമണി എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു. ഈ ചീഞ്ചട്ടിക്കകത്തേക്ക് തീ പിടിച്ച് കഴിയുമ്പോൾ തൊട്ടടുത്ത് വെള്ളമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വെള്ളം കോരി ഒഴിക്കും. അത് തെറ്റായ ഒരു രീതിയാണ്. അത് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമുക്കത് ഏറ്റവും കൂടുതൽ ഒരു ഉപദ്രവപരമായ തരത്തിലേക്ക് അല്ലെങ്കിൽ ഗുണപരമല്ലാത്ത തരത്തിലേക്ക് മാറുകയുള്ളൂ. കാരണം ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഈ എണ്ണ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. ഈ വെള്ളം എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ തീയെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം, പുറത്തേക്ക് പെട്ടെന്ന് ഈ വെള്ളം ചാടി, മുകളിൽ തന്നെ എണ്ണയുണ്ട്, തൊട്ടടുത്തന്നെ താഴെ എന്തുകൊണ്ടായിരിക്കും? സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ മണ്ണെണ്ണ പാട്ട വെച്ചിട്ടുണ്ടാവും, മണ്ണെണ്ണ ജാറ് വെച്ചിട്ടുണ്ടാവും, തൊട്ടപ്പുറത്ത് ചകിരി വെച്ചിട്ടുണ്ടാവും, ചിരട്ട വെച്ചിട്ടുണ്ടാവും. അവിടേക്ക് പെട്ടെന്ന് ചാടി ഈ തീ കയറി അവിടെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത്. ശതാബ്ദി നിറവിൽ നിൽക്കുന്ന കരിങ്കുന്നം ഗവൺമെന്റ് LP സ്കൂളിൽ SSA പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തും PTA ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നവംബർ 19 നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരിങ്കുന്നം ഗവൺമെൻറ് LP സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ അബ്ദുറബ് അവറുകൾ നിർവഹിക്കുകയാണ്. ശ്രീ PJ ജോസഫ്, ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് സാറ് അധ്യക്ഷത വഹിക്കും. കരിങ്കുന്നത്തെ ഒരു ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു അവിടുത്തെ ഗവൺമെൻറ് LP സ്കൂളിന് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുക എന്നത്. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനവും വെഞ്ചരിപ്പും നവംബർ 19 തിങ്കളാഴ്ച നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു പുതിയ ബാച്ച് കഴിഞ്ഞ വർഷം കിട്ടി. അതിൻ്റെ പുതിയ കെട്ടിടം പണിതു, പുതിയ മന്ദിരം, അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ മാസം 19-ാം തീയതി തിങ്കളാഴ്ച മന്ത്രി PJ ജോസഫ് നിർവഹിക്കുന്നു. അതുപോലെ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബ്, അതിൻ്റെ ഉദ്ഘാടനവും ഈ സ്കൂളിലെ തന്നെ ഒരു സ്റ്റാഫ് തയ്യാറാക്കിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്, അതിൻ്റെ അധ്യാപികയായ മീര ഭാസ്കർ രചിച്ച മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ മലയാളം എഡീഷൻ, അതിൻ്റെ ഉദ്ഘാടനവും കൂടി നിർവഹിക്കുകയാണ്. അത് MP നടത്തുന്നത് MP P.T. തോമസ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് കോതമംഗലം രൂപത വികാരി ജനറൽ. ജനങ്ങൾ ഭക്തിയാദരപൂർവ്വം അനുഷ്ഠിച്ചു വരുന്ന സ്കന്ദഷഷ്ടി വ്രതം നവംബർ 19 ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാധാരണയായി തുലാമാസത്തിലെ ഷഷ്ടിയാണ് ഭക്തജനങ്ങൾ സ്കന്ദഷഷ്ടിയായി അനുഷ്ഠിച്ചു വന്നിരുന്നത്. എന്നാൽ ഏകദേശം 13 വർഷം പൂർത്തിയാകുമ്പോൾ ഇതിന് നേരിയ മാറ്റം വരുന്നുണ്ടെന്നും അതിനാലാണ് ഇപ്രാവശ്യം വൃശ്ചിക മാസത്തിലെ ഷഷ്ടി നാൾ സ്കന്ദഷഷ്ടിയായി ആചരിക്കുന്നതെന്നും ഉറവപ്പാറ ക്ഷേത്രത്തിൽ നിന്നും അറിയിച്ചു. ഹൈന്ദവ ആചാരങ്ങൾ പ്രകാരം അനുഷ്ഠാനങ്ങൾ വരുന്നത് ചന്ദ്രമാസങ്ങൾ കണക്കാക്കിയാണ്. 27 നക്ഷത്രങ്ങളും സൂര്യനെ ഒരു നക്ഷത്രമായിട്ട് കണക്കാക്കിക്കൊണ്ട് അങ്ങനെ 28 നക്ഷത്രങ്ങൾ 28 ദിനങ്ങളാക്കി കണക്കാക്കിക്കൊണ്ട് ആണ് ഒരു ചന്ദ്രമാസം ഉണ്ടാകുന്നത്. സാധാരണ സ്കന്ദഷഷ്ടി വ്രതം വരുന്നത് തുലാമാസത്തിലെ ഷഷ്ടി നാളിലാണ്. എങ്കിലും ഈ പ്രാവശ്യം ഈ വർഷം ഇടുക്കി ജില്ലയിൽ 25ഓളം നന്മ സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കൺസ്യൂമർ ഫെഡ് 25ഓളം പുതിയ നന്മ സ്റ്റോറുകളുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഏതാണ്ട് 15ഓളം നന്മ സ്റ്റോറുകൾ ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള നന്മ സ്റ്റോറുകളുടെയും പ്രവർത്തനം 23-ാം തീയതിയോടുകൂടി പൂർത്തിയാകുകയാണ്. ലോക വൃക്ഷദിനത്തിൽ 65 വർഷം പ്രായമുള്ള മാവിനെ ആദരിച്ചു. പട്ടയങ്കവല കുന്നം ജംഗ്ഷനിലാണ് വൃക്ഷരാജാവിനെ ആദരിച്ചത്. 1947 ഓഗസ്റ്റ് 15-നാണ് കുന്നം ജംഗ്ഷനിൽ നാട്ടുകാരായ 11 പേർ ചേർന്ന് മാവ് നട്ടത്. മാവ് നട്ടവരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയായ മാളിയേക്കൽ ഉലഹനെയും ചടങ്ങിൽ ആദരിച്ചു. ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഓർമ്മയ്ക്കായി ഇവിടെ ഈ മാവും തൈ നട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും അതിൻ്റെ മൂട്ടിൽ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു
ടെലിഫോൺ ബൂത്തിൽ മദ്യപൻ നടത്തിയ ആക്രമണത്തിൽ വികലാംഗനായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. തൊടുപുഴ കളരിക്കൽ ലോഡ്ജിനോട് ചേർന്നുള്ള STD ബൂത്തിലാണ് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ സമയത്ത് അക്രമം നടന്നത്. പരിക്കേറ്റ ബൂത്തിലെ ജീവനക്കാരൻ വിനോദിനെ തൊടുപുഴ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ടെലിഫോൺ വിളിക്കാൻ വന്നായിരുന്നു. വിളിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയോട് ഫോണെല്ലാം തല്ലി പൊട്ടിച്ചു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു പറഞ്ഞു പുള്ളിക്ക് ഫോൺ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാബിനൊക്കെ ഇറങ്ങാൻ പറഞ്ഞപ്പോഴത്തേനും എന്നെ പിടിച്ച് തള്ളുകയും പുള്ളി എന്നിട്ട് എന്നെ ചവിട്ടുകയൊക്കെ ചെയ്തു. അല്ല പുള്ളി ക്യാബിൻ്റെ അകത്ത് കയറി നിന്നിട്ട് തൊടുപുഴ താലൂക്ക് NSS യൂണിയന്റെയും വനിതാ യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന വനിതാ ശില്പശാല നടത്തി. കുടുംബജീവിതത്തിലും സമൂഹത്തിലും സ്ത്രീകൾക്കുള്ള പങ്ക് എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ പ്രൊഫസർ ആൻസി ജോർജ് ക്ലാസ് എടുത്തു. യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. പണ്ടുള്ള ആളുകൾക്ക് അറിവ് കുറവായിരുന്നത് കൊണ്ട് അവരുടെ ജീവിതം വളരെ ശാന്തമായിരുന്നു, സന്തോഷകരമായിരുന്നു, കുടുംബാന്തരീക്ഷം ആനന്ദമയമായിരുന്നു. ഇന്ന് അറിവ് കൂടിയത് കൊണ്ട് ഇന്ന് ആളുകൾക്കെല്ലാം പിരിമുറുക്കമാണ്. അപ്പം നമുക്കിന്ന് അറിവ് കിട്ടാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. ഇന്ന് ആധുനിക ടെക്നോളജിയുടെ വളർച്ച. തൊടുപുഴ കരിമണ്ണൂർ റൂട്ടിൽ കുറുമ്പാലമറ്റത്ത് വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ തിട്ടയിലേക്ക് ഇടിഞ്ഞ് ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. ഇവരെ മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിത്രശലഭങ്ങൾ എന്നും സഹൃദയർക്ക് കൗതുകമുണർത്തുന്നു. അവയുടെ നിറങ്ങളും ചലനവും തേൻ നുകരുന്ന രീതിയും എല്ലാം കൗതുകം തന്നെയാണ്. പൂക്കളിൽ പറന്നു ചെന്നിരുന്ന് കേസരങ്ങൾ കൊണ്ട് തേൻ വലിച്ചു കുടിച്ച് പറന്നകലുന്ന ചിത്രശലഭങ്ങൾ സാഹിത്യകാരന്മാർക്കും വിഷയമായിട്ടുണ്ട്. എന്നാൽ ഏതാനും ദിവസങ്ങൾ മാത്രം ജീവിക്കുന്ന ഇവയുടെ ജീവിതചക്രം പൂർത്തിയാക്കി തന്നെയാണ് ചിത്രശലഭങ്ങൾ അപ്രത്യക്ഷരാകുന്നതും. പല നിറങ്ങളിൽ വലിപ്പത്തിൽ രാത്രികാല നിശാശലഭങ്ങളും ചിത്രശലഭങ്ങളും സഹൃദയരുടെ മനം കവരുന്നു. എന്നാൽ മനുഷ്യർ കളനാശിനികളും കീടനാശിനികളും യഥേഷ്ടം പ്രയോഗിച്ചു തുടങ്ങിയതോടെ പൂമ്പാറ്റകളിൽ ചിലതെല്ലാം നശിച്ചു കഴിഞ്ഞു. ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും കണ്ടെത്തിയ ഒരു കൂട്ടം ചിത്രശലഭങ്ങൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രത്യേക ജില്ലാ കൗൺസിൽ യോഗം നവംബർ 20 രാവിലെ 11 തൊടുപുഴ ടൗൺ ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വീണ്ടും തൊടുപുഴയിൽ വെച്ച് ജില്ലാ സമ്മേളനം ഫെബ്രുവരി മാസത്തിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ വ്യാപാര വ്യവസായ മേഖല അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ജില്ലാ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്ത് മുതലക്കോടം സെന്റ് ജോർജ് പള്ളി മഹാജൂബിലി സമാപനാഘോഷത്തിന്റെ ഭാഗമായി മുത്തപ്പൻ ദിനം ആചരിച്ചു. ഇടുക്കി മെത്രാൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ വിശുദ്ധ ബലി അർപ്പിച്ച് സന്ദേശം നൽകി. ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പറയണം. ഇപ്പൊ കർത്താവിൻ്റെ ആ മനോഭാവം നമ്മൾ സ്വന്തമാക്കുന്നത് ഇങ്ങനെയാണ്. ആ എളിമയും ശാന്തതയും വിനയവും ഒക്കെ അഭ്യസിക്കും.